അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈള് കുളിക്കുന്ന മെൻസസ് കഴിഞ്ഞ് കുളിക്കുന്ന സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത്. ഈ ഒരു സുന്നത്ത് പല സഹോദരിമാരും ചെയ്യാറ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, ഇല്ല എന്ന് തീർത്ത് ആക്ഷേപിക്കുകയല്ല. ഇത് ചെയ്യൽ ഏറ്റവും അനിവാര്യമുള്ള, ഇത് ചെയ്യാതിരിക്കൽ കറാഹത്താണ് എന്നുവരെ ഫുഖഹാക്കൾ പറഞ്ഞ ഒരു സുന്നത്താണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. ഒരു സഹോദരി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൈളിന്റെ കുളിയെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരോട് കൽപ്പിക്കുകയാണ്, നീ ഒരു മിസ്കിനാലുള്ള ഒരു പഞ്ഞി എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് നീ ശുദ്ധിയാക്കുക എന്ന് മാത്രമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആ സഹോദരി ഉടനെ തന്നെ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് ഞാനത് ശുദ്ധിയാക്കേണ്ടത്? വീണ്ടും നബി തങ്ങൾ ആവർത്തിച്ചു, നീ അത് ശുദ്ധിയാക്കുക എന്ന്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, എങ്ങനെ നീ അത് ശുദ്ധിയാക്കുക? അങ്ങനെ അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ മഹദി അവറുകളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചപ്പോൾ, ആ രക്തത്തിൻ്റെ അടയാളം ഇല്ലാതെയാക്കുന്ന തരത്തിൽ നീ ഒരു പഞ്ഞി കൊണ്ട് സുഗന്ധദ്രവ്യം അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മെൻസസ് കഴിഞ്ഞ് ഹൈദ് കഴിഞ്ഞ ഉടനെ തന്നെ വൃത്തിയാക്കുന്ന സമയത്ത് ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ, സഹോദരിമാരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഏറെ ഗുണകരമായിരിക്കും. അപ്പോൾ മെൻസസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല ഒരു പഞ്ഞി, അതിൽ സുഗന്ധം, മിസ്ക് അല്ലെങ്കിൽ സുഗന്ധം ഏതെങ്കിലും ആക്കിക്കൊണ്ട് അത് അവരുടെ ആ ഒരു ഹൈളിൻ്റെ രക്തം വരുന്ന ഭാഗം അതുകൊണ്ട് വൃത്തിയാക്കുക. എന്നിട്ട് അതിന് ശേഷം കുളിക്കുക, അല്ലെങ്കിൽ കുളിയുടെ ഇടയിൽ അത് വൃത്തിയാക്കുകയാണ് വേണ്ടത്. ഇത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ, അഥവാ പ്രാധാന്യത്തോടു കൂടെയാണ് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഈ ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നതിൽ കറാഹത്തുണ്ട് എന്ന് ഫുഖഹാക്കൾ പറയുന്നുണ്ട്. സഹോദരിമാർ ഈ കാര്യം ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അവരുടെ എല്ലാ നിലക്കുമുള്ള ജീവിതത്തിൽ സന്തോഷങ്ങൾക്ക് കാരണമാകും. അള്ളാഹു മുഴുവൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. എല്ലാത്തരം പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുള്ളത് മുഴുവൻ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ജീവിതം അള്ളാഹു റാഹത്തിലാക്കട്ടെ. ഗുഡ്നസ് പാത്തിൻ്റെ ശ്രോതാക്കൾക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ വിഷമങ്ങളുള്ളവരുണ്ട്. വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. വിനീതനായ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.